അതൊക്കെ പേടിയാ, ലോകത്തോട് പിന്നെ പേടിയാ, ഇരുട്ടിനെ പേടിയാ. ചിലപ്പോൾ മനുഷ്യനെ കൊച്ചു പിള്ളേർക്ക് എന്ന് പറഞ്ഞ പോലെ ഈ സമൂഹത്തെ കാണുന്നതിനെ പേടിയാ, ആരെയും കാണാൻ വേണ്ട, കറുത്ത നിറങ്ങുണ്ടാക്കാൻ പേടി. എന്തിനാണ് ഈ സ്ഥാനത്ത് വേറെ പണി നോക്കട്ടെ നിങ്ങളെ രാജിച്ചു പോയിട്ട്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സർക്കാർ ഗവർണർ പോര് മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഗവർണർ SFI പോരാണ് മുറുകി നിൽക്കുന്നത്. SFI നിലവിട്ട് കളിക്കുകയാണ്. ഗവർണറോടെ കളിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് SFI പിള്ളേർ മനസ്സിലാക്കുന്നില്ല. പറഞ്ഞു കൊടുക്കാൻ നേതാക്കന്മാർക്ക് കഴിയുന്നുമില്ല. നേതാക്കന്മാരൊട്ട് പറയുകയുമില്ല. കാരണം നേതാക്കന്മാർക്ക് ചാവേറാകാൻ കുറേ SFI പിള്ളേർ വേണമല്ലോ. അതാണിപ്പോൾ കേരളത്തിൻ്റെ തെരുവുകളിൽ കാണുന്നത്. ഗവർണർ SFI പോര് ഏത് തലത്തിലേക്ക് മാറും? ഈ വിഷയത്തിൽ ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷ് PC ജോർജുമായി നടത്തിയ ടെലഫോൺ സംഭാഷണത്തിൽ നിന്ന്. ഹലോ സാറേ, ഈ ഗവർണർക്കെതിരെ SFI ആർഷയും കുറെ കുട്ടി നേതാക്കളുമാരും സമരം നടത്തുന്നു. എന്തുകൊണ്ട് കേരള പോലീസ് അവർക്ക് സപ്പോർട്ട് ചെയ്യണോ? ഈ ആർഷയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആർഷോ എണ്ണിച്ച് വരൂ, ഈ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മോളെ തലയുണ്ട പേടിക്കേണ്ട കയറി വരൂ. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന, BJPയുടെ വിദ്യാർത്ഥി സംഘടനയിൽ എത്ര ഗിയർ കേസ് പൊട്ടിയ, എത്ര ജലപരിഞ്ചി അടിച്ചേനെ? ഞാൻ ഇത് പറയാൻ പോലും അപമാനമാണ്. അതായത് ഈ SFIയുടെ പിള്ളേർ സമരം ചെയ്യുമ്പോൾ അവരോട് കാണിക്കുന്ന ആ സൗമനസ്യം ശരി എന്ന് മനസ്സിലാക്കണം. ഗവർണറുടെ കാറ് പറഞ്ഞിട്ട് അതിനെ അടിച്ചിട്ട് പോലും കുഴപ്പമില്ല. എന്തൊരു കാലമാണ്. ഇവന്മാരെ എന്തും ആകാം, SFI ആയാൽ മതി, എന്തും ആകാം. പോലീസോ അത് തന്നെ. പോലീസിനെ ഇപ്പം മനസ്സിലാക്കിയെടുത്തോളം പോലീസ് ഈ SFIക്ക് അനുകൂലമായ നിലപാട് മാത്രമല്ല, ആ പോലീസ് ഈ പിണറായി വന്നതിന് ശേഷം നിയമിക്കപ്പെട്ട പോലീസുകാരാണ്. അവരെല്ലാം കൂടി മാക്സിമം വരുന്നത് ഇത്രേ ഉള്ളൂ. മാക്സിമം അവരെ വിജയനെ 3000-ഓളം പോലീസ് എടുത്തിട്ടുണ്ട്. മുഴുവൻ DYFIക്കാർ ചുമ്മാ എടുത്താന്നാ കേട്ടത്. അപ്പൊ പിന്നെ പറഞ്ഞിട്ടുണ്ട കാര്യം. ഏതായാലും ഇന്ന് ഇവന്മാർ ഈ അഹങ്കാരം കാണിക്കുമ്പോൾ എന്തൊരു ചോദ്യം. ഇന്ന് ഗവർണർ കോഴിക്കോട്ട് അവിടെ കൂടെ നടന്നു. ഇവന്മാർ തടയാൻ പറ്റരുതെന്ന്. അതിനെ അങ്ങോട്ട് തടയാൻ പോകാഞ്ഞ് തൊഴിൽ പഠിച്ചേനെ, ആര് നാട്ടുകാർ തല്ലു കൊടുത്തേനെ. ഇത് എന്തൊരു അപമാനകരമാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി കയറ്റി കയറിയില്ലേ, പറയുമ്പോ ഓർത്ത് നോക്കിയിരുന്നാണ്ട് വേണം വർത്താനം പറയാം. ഗവർണറെ യൂണിവേഴ്സിറ്റി കയറ്റുകയല്ല, അയാളെ 3 ദിവസമായിട്ട് ഗവർണർ എന്ത് ചെയ്തു? ചുമ്മാ കുഞ്ഞുപിള്ളേരെ പറയുന്ന പോലെ എന്താ ഒരു 2 ബാനറും കെട്ടി ഒരു പോസ്റ്റർ അതിനെ മതിലും കൂടെ ഒട്ടിച്ച ഉടനെ അങ്ങനെ പഠിക്കുമോ? ഇതൊരു ഭരണഘടനാ ഗവർണർ സാർ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കണ്ടേ ഇവരൊക്കെ? ഇതൊരു മോശമേണ്ട ദൈവം. ഇത് ആരോട് പറയാ? ഈ പിണറായി ചേർന്ന ഭരണം. പിണറായി അതല്ലേ ഇത്ര ഒരു ഭീരു കേരളത്തിൽ ഇരിക്കാറുണ്ട്. ഇത് ആദ്യമാണ് ഇത്ര ഭീരുമായ ഒരു മുഖ്യമന്ത്രി. അതൊക്കെ പേടിയാ, ലോകത്തോട് പിന്നെ പേടിയാ, ഇരുട്ടിനെ പേടിയാ. ചിലപ്പോൾ മനുഷ്യനെ കൊച്ചു പിള്ളേർക്ക് എന്ന് പറഞ്ഞ പോലെ ഈ സമൂഹത്തെ കാണുന്നതിനെ പേടിയാ, ആരെയും കാണാൻ വേണ്ട, കറുത്ത നിറങ്ങുണ്ടാക്കാൻ പേടി. എന്തിനാണ് ഈ സ്ഥാനത്ത് വേറെ പണി നോക്കട്ടെ നിങ്ങളെ രാജിച്ചു പോയിട്ട്. വേറെ എത്ര ആമ്പിള്ളേർ മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തകരായിട്ടുണ്ട്. അവർക്ക് കൊടുക്ക് ഈ സാധനം. എന്തെങ്കിലും രാജിച്ചു പോട്ടെ, അതിനെ നിൽക്കാതെ. വേറെ കാര്യം വെച്ചിട്ട്, ഇന്നലെ ഈ കാലിക്കറ്റ് സർവകലാശാല മുമ്പിൽ ഒരു ബാനർ ഉണ്ടായിരുന്നു ഗവർണർക്കെതിരെ. അപ്പൊ ഗവർണർ പുറത്ത് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ ബാനർ പോലീസ് അരിച്ചു മാറ്റണം. ഗവർണർ തിരിച്ച് രാത്രി വന്നിട്ട് പോലീസ് അരിച്ചു മാറ്റില്ല. അപ്പൊ ഈ SFIക്കാർക്ക് സപ്പോർട്ട് കൊടുത്തില്ല കേരള പോലീസ്? ഒരു ഗവർണർക്ക് എതിരെ കേരള പോലീസ് ഇരിക്കില്ലേ? സംശയമുണ്ടോ? SFIയുടെ സമരം പോയി കേരള പോലീസിന്റെ സമരമാണ്. ആ പോലീസ് നല്ല പോലീസുണ്ട്, ചണ്ട പോലീസുണ്ട്. ചണ്ട പോലീസാ മുഴുവൻ. ഈ ഇവിടെ കേരളത്തിന്റെ പോലീസ് എത്രയോ നല്ല പോലീസിംഗ് ആയിരുന്നു. അത് ഭരണം നോക്കാൻ നിയമം നടപ്പാക്കിയിരുന്ന പോലീസാണ്. ആ പോലീസിനെ വെറും നോക്കുകുത്തിയായിട്ടുള്ള പരിപാടിയില്ലേ. ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനെന്ന് പറഞ്ഞാൽ എന്താ ഭരണഘടനാ സ്ഥാപനത്തിന് പ്രൊട്ടക്ഷൻ? എന്തൊരു മര്യാദ കേട്ട പോലീസ്. ഇവരെയൊക്കെ പോലീസ് വെച്ചോണ്ടിരിക്കോ? ഒന്നാലോചിച്ച മുഖ്യമന്ത്രി ഗവൺമെന്റ് വലിയ ചോരവടി വരില്ല, വലിയൊരു കമ്പും കൊണ്ട് നടക്കുക. ആരെ? പിള്ളേരെ തല്ലാനായിട്ട്. ഇവനെ കിട്ടാന്തയ്ക്ക് പറക്കാത്തത്. അവനെ അടിച്ചു കൊല്ലാൻ ആളില്ല. എന്റെ നീമേ, എന്തൊരു കാലം. ഈ അടിയിട്ട് പിള്ളേരെ കാരണന്മാരുണ്ടെ കൊടുക്കണം.
ഇന്നാളെ ഒരു കേസിന് ഒരാളെ കുത്തിക്കൊന്നു, പിന്നെ സ്വന്തം അപ്പനെ കുത്തിക്കൊന്നേച്ച് ഒരുത്തൻ ജയിലിൽ പോയി. അവൻ തിരിച്ചു വന്ന ദിവസം അവനെ കുത്തിക്കൊന്നു. ആ കുത്തിക്കൊന്നവന് ഞാൻ ചായ മേടിച്ചു കൊടുക്കുന്നു, ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു. പക്ഷെ എന്റെ അപ്പനെ കൊന്നത് ഞാൻ കൊല്ലാതെ വേറെ കൊല്ലുന്നു. ഇവിടുത്തെ നിയമമനുസരിച്ചൊക്കെ ശിക്ഷിക്കപ്പെട്ട് വരുമ്പോ ഇവരുന്ന് ഞാൻ കൊടുത്താൽ പിന്നെ അത് കൂടുതൽ 6 വയസ്സുള്ള കൊച്ചിനെ വേണ്ടാതിനും കാണിച്ച് കൊന്നിട്ട് കണ്ടില്ലേ, വെറുതെ വിട്ടല്ലേ. അത് നീതിന്യായ കോടതിക്ക് തെളിവാവേണ്ടത്. ഇവിടെ പോലീസ് ഉണ്ടാക്കുന്ന തെളിവ്, എനിക്ക് നാറി പോലീസ് ഉണ്ടാക്കുന്ന തെളിവ് എങ്ങനെ ഇരിക്കും മനസ്സിലായി. കുട്ടിയെ പീഡിപ്പിച്ചത് DFIക്കാരനാണ്, എനിക്കറിയാം. ഞാൻ SFIക്കാരനും ഉപയോഗിക്കാരനും എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ. ഇതൊന്നും അധികം നിൽക്കിയല്ല, ഇതൊക്കെ വലിയ അനുഭവം ഉണ്ടാവും, നമുക്ക് നോക്കാം, കാണാം. മറ്റൊരു ചോദ്യം ചോദിച്ചൊരു ഡൗട്ടാണ്. അതായത് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ലേബറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രപതി ഭരണം വരുമെന്ന് പിണറായിക്ക് പേടിച്ചൂടെ? പിണറായിക്ക് പറഞ്ഞൂടെ SFIക്കകത്ത് ഇങ്ങനെ ചില പ്രശ്നം വരും? അല്ല, അത് മനസ്സിലായില്ല. നിങ്ങൾ അത് മനസ്സിലാക്കേണ്ട കാര്യം, പിണറായി ആഗ്രഹിക്കുന്ന പ്രസിഡന്റ് ഭരണമാണ്. കാരണം ഈ മാർച്ച് മാസം കടന്നു പോകുന്ന ഒരു മാർച്ച് പോലും 1 രൂപ കയ്യിലില്ല. അത് കൊടുക്കാൻ പറ്റില്ല. പെൻഷൻ പറ്റില്ല, ഗവൺമെന്റും കൊടുക്കാൻ പറ്റുകയില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റുകയില്ല, റേഷൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. ഇന്ന് വരെ കേരളത്തിൽ ക്രിസ്മസിന് സാധനം ഇല്ല വന്നിട്ടുണ്ടോ? ഒരു സാധനം 12 സാധനം കൊടുക്കും, ഒരിടത്തും കൊടുത്തിട്ടില്ല. ഒരു സിവിൽ സപ്ലൈസിന്റെ ഓഫീസ് പോലും കടകൾ പോലും തുറന്നിട്ടില്ല. ഇങ്ങനെ ഇത്രയും ഗതികെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല. എന്റെ ലൈഫ് പദ്ധതി, ലൈഫ് എന്ന് പേരിട്ടേ ഉള്ളൂ, ഒരു പദ്ധതി, ഒരു വീട് ഉണ്ടാകുന്നില്ല എന്ന് വേണ്ട. ഇവിടെ ഈ പ്രളയത്തിൽ മരിച്ചതിന് ദുരന്തം ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രളയ ദുരന്തം ഉണ്ടായിട്ട് വീട് വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ പ്രളയത്തിന് മരിച്ചു, ഒരു വീട്ടില് 6 പേര് മരിച്ചു പോയിട്ട് അവരുടെ ബന്ധുങ്ങൾക്ക് ആനുകൂല്യം നടത്തിയിട്ടില്ല. ഇങ്ങനെ ഈ ഒന്നും ചെയ്യാൻ കഴിയില്ലാത്തൊരു ഗവൺമെന്റ് അല്ലേ. അതായത് മൃഗങ്ങളെ കയറി മനുഷ്യയെ കൊന്നായാലും ശിക്ഷയുണ്ട്, അതിന് ഇത്ര രൂപ കൊടുക്കുന്ന നിയമമുണ്ട്. എത്ര കൊടുത്തിട്ട് ഒന്നും കൊടുക്കുന്നില്ല, കൊടുക്കാൻ കാശില്ല. പിണറായിക്ക് നമ്മളേക്ക് കൂടെ ചികിത്സിക്കാൻ പോയ 75 ലക്ഷമൊക്കെ ഉണ്ട്. പ്ലെയിനൊക്കെ അടിച്ചുകൊള്ളുന്നതിനും കാശുണ്ട്, ഹെലികോപ്റ്ററെ കയറാനും കാശുണ്ട്. പക്ഷേ പാവങ്ങളുടെ ഒരു കാര്യത്തിനും കാശില്ല. ആ നിലയ്ക്ക് തന്നെ ഇനിയിപ്പോ പിണറായിക്ക് ഏക മാർഗം ഇത് പിരിച്ചുവിട്ട് കേട്ടതാണ്. ഈ ഗവൺമെന്റ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിണറായിക്ക് പിന്നെ പറഞ്ഞുകൊണ്ടോ കഴിഞ്ഞാൽ എന്നെ പിരിച്ചുവിട്ടേന്ന് 58 EMS ഗവൺമെന്റ് പിരിച്ചുവിട്ടെന്നുള്ള വലിയ ചർച്ചയാണ്. അത് ശരിയല്ല എന്ന് പറയുന്നവർ അത് തർക്കമുണ്ട്. അതുപോലെ അങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അതൊരു തർക്കമാവും. അങ്ങനെ പിടിച്ചു നിൽക്കാന്ന് ചോദിച്ചാൽ പിണറായി നിൽക്കുന്നത് പിരിച്ചുവിടാൻ വേണ്ടിയാണ് ഈ ഊളത്തരം മുഴുവൻ കാണിക്കുന്നത്. ഗവർണറെ ആക്രമിക്കുന്ന പിണറായിയുടെ അനുവാദത്തോടുകൂടി നിർദ്ദേശപ്രകാരം ആർക്കറിയില്ലാത്തത്. അപ്പൊ അയാൾ ഉദ്ദേശം എന്താ, എങ്ങനെയെങ്കിലും റിപ്പോർട്ട് കൊടുത്ത് ഇയാളെ പിരിച്ചുവിടണം. ആ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് റോഡിൽ ഇറങ്ങി സമരം നടക്കാൻ അയാളുടെ പ്ലാന്. ഇതൊന്നും നടക്കുകയില്ല. അല്ലാതെ സ്വയം പിണറായി പിരിഞ്ഞുകൊണ്ട് വരുന്ന കേന്ദ്രത്തിന് അറിയാം. അത് കാണാൻ അവർ കാത്തിരിക്കുക. ഞാൻ അവസാനം വരുത്താൻ ചോദിച്ചേ, കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പേടിച്ച സംഭവമാണ് കോവിഡ്. വീണ്ടും കേരളത്തിൽ കോവിഡ് കൂടി വരികയാണ്. ഇതിനെതിരെ ഒരു നടപടി എടുക്കാതെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇവർ നവകേരളം നടത്തിയാണ്. 2 ദിവസമൊക്കെ കോവിഡിന്റെ തണുപ്പ് കൂടുന്നത് കേന്ദ്രത്തിന്റെ അറിയിപ്പുണ്ട്. ഒരു നടപടിയും പറഞ്ഞില്ല. എന്റെ ദൈവമേ, ആരോഗ്യമന്ത്രിയെ പറ്റി മിണ്ടരുത്. അവൻ ഒരു പോക്ക് കേസ് കേട്ടല്ലേ ആ മന്ത്രി. ആ മന്ത്രി സ്ത്രീ ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. എന്തൊരു കഷ്ടകാലം. നാണം വേണ്ട. ചുമ്മാ മുഖ്യമന്ത്രി കുതിയിരിക്കുക. 20 മഠയന്മാരെന്നല്ലേ അതിന് പറയാൻ പറ്റൂ. അവരെ എന്ത് പണി? ചുമ്മാ കാസർഗോഡ് നിന്ന് എയർ കണ്ടീഷൻ ബസ്സേ കയറി കുത്തിയിരിക്കുക. ആ മന്ത്രിമാരുടെ എല്ലാം കാറ് എസ്കോർട്ടും പൈലറ്റും തൊട്ട് പുറകെ വരിക. എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു എന്ന് അവർ അറിയണ്ടേ? ഇത് ആരുടെ പണമാണെന്ന് ചിന്തിക്കണ്ടേ? എന്തൊരു ഫീസ് ഇത്. മുഖ്യമന്ത്രി മാത്രം പ്രസംഗിക്കും, ബാക്കിയുള്ള ഉണ്ടായിരിക്കും. ഏതെങ്കിലും 2 മന്ത്രി അവിടെ പ്രസംഗിക്കാൻ പറയും. അതെങ്കിലും പ്രസംഗിക്കുന്നതായി കിട്ടപ്പെട്ടില്ല, അന്നേരം തെറിയും പറയും. എന്തൊരു കഷ്ടകാലം. നമ്മുടെ രാജകാരന്റെ പണി തീർന്നിട്ടുണ്ട്. ഈ രാജകാരനെ മനുഷ്യൻ വോട്ട് ചെയ്യുമോ? ഇതുപോലെ ജനങ്ങളുടെ ആവശ്യം പറയുമ്പോൾ തെറി പറഞ്ഞപ്പോൾ അത് കൈകുപ്പി ശ്രുതിയില്ല. ആശയം വിധേയത്വം കാണിച്ച് കൈകൂപ്പുന്ന ഒരു എംബോക്കിയാണ് ഒരു MP എന്ന് ഏതെങ്കിലും ജനത്തിന് അംഗീകരിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് കോട്ടയത്ത് ജനങ്ങൾക്ക് മുഴുവൻ അദ്ദേഹത്തിന് പടക്കമുണ്ടാവും. അങ്ങനെ ഒരു മനുഷ്യനാണെന്ന് പിന്നെ ഇനി ആരും വോട്ട് ചെയ്യുമോ? എങ്ങനെ വോട്ട് ചെയ്യും? അയാളെ ഇനിയും പോയാൽ ഇതന്നെ ഏതെങ്കിലും ഭരണാധികാരി തീയത്തെ വെച്ച് കേട്ടോണ്ട് ഇറങ്ങിപ്പോയിരിക്കട്ടെ. ആൾക്ക് ഒരു നിവേദനം കൊടുക്കാൻ പറ്റുമോ? നിവേദനം കൊടുക്കാൻ കഴിവില്ലാത്തവരെ പിടിച്ച് മന്ത്രിയാക്കട്ടെ, MP ആക്കിയ MLA ആക്കട്ടെ, എന്നാ കാര്യം? ഒക്കെ മേടിക്കും. അത് അടുത്ത ഇലക്ഷൻ ഇപ്പൊ മേടിച്ചോളും, പേടിക്കണ്ട. ഒരുപാട് നന്ദി. ഓക്കെ.